ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചെമ്മീൻ റെസിപ്പിയാണ്. ചെമ്മീൻ റോസ്റ്റ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനുവേണ്ടി 1/4 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് 8 വെളുത്തുള്ളി, 5 തണ്ട് കറിവേപ്പില, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 1/2 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ കാശ്മീരി അല്ലെങ്കിൽ സാദാ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആകെ ഇതിന് വേണ്ടു. ഇനി ഇത് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വെളുത്തുള്ളിയും വേപ്പിലയും ഇഞ്ചിയും നമ്മൾ നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. വെള്ളം ആവശ്യത്തിന് ഒഴിക്കാം, കാരണം ഇത്രയും വെള്ളം നമ്മൾ ഈ കറിയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഈ വെള്ളത്തിലാണ് ഈ ചെമ്മീൻ വേവുന്നത്. ഇനി സ്റ്റൗവിൽ ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച ഈ പേസ്റ്റിൽ വെള്ളം ചേർത്ത് 1 ഗ്ലാസ് വെള്ളമാണ് നമ്മളിൽ ചേർക്കുന്നത്. അതിലേക്ക് ചേർക്കുന്നു. പിന്നീട് നമ്മൾ മസാലകളെല്ലാം ഇതിലേക്ക് ഉപ്പ് ആഡ് ചെയ്യുന്നു, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക്, ഇതെല്ലാം ആഡ് ചെയ്തു. ഇനി നല്ലപോലെ ആഡ് ചെയ്തിട്ട് പതുക്കെ ചുറ്റിക്കുക. ഇതിലേക്ക് നമുക്ക് കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. തിളച്ച് തുടങ്ങുമ്പോൾ ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കി വെച്ചിട്ട് വേണം വേവിക്കാൻ. ചെമ്മീൻ നല്ലപോലെ വേവണം. അതിനുവേണ്ടി നമ്മൾ അടച്ച് വെച്ച് 10 മിനിറ്റ് വേവിക്കണം. 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മളത് തുറന്നിട്ട് നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുത്ത് ഈ വെളിച്ചെണ്ണ 1 ടേബിൾ സ്പൂൺ അതും ഇതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ചാറ് മുഴുവനും വറ്റുന്ന വരെ നമ്മൾ തുറന്ന് വെച്ച് വേവിക്കണം. ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ചാറ് ഇത്ര ആവശ്യമില്ലെങ്കിൽ കുറച്ചുകൂടി വറ്റിച്ച് ചെമ്മീനിൽ പെരണ്ടിരിക്കുന്ന വിധത്തിലാക്കാം. ഇങ്ങനെ ടേസ്റ്റ് കൂടുകയുള്ളൂ. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം.